ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ഈയിടെയായിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. ഇത് തിരുവനന്തപുരം എയർപോർട്ട് റോഡാണ് കേട്ടോ. ഈ മതിലിനപ്പുറത്താണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ശംഖുമുഖത്ത് എത്താനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ശംഖുമുഖം പാർക്ക് വരുന്നത്. വൈകുന്നേര സമയത്താണ് കേട്ടോ ഇവിടെ കൂടുതൽ തിരക്ക് കാണപ്പെടുന്നത്. ഈ കടൽക്കാറ്റ് കൊള്ളാനും പിന്നെ സൂര്യാസ്തമയം കാണാനും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന സമയം വൈകുന്നേരമാണ്. ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവർ ഗാർഡനൊക്കെ സൂക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നാൽ ആൾക്കാരുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് ഈ കാണുന്ന സ്റ്റാച്ചു ഇതാണ്. ഇതാണ് നമ്മുടെ ശംഖുമുഖത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഇത് കനായി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തനായൊരു ശില്പി ചെയ്തിട്ടുള്ള സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ സാഗര മത്സ്യകന്യക എന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് കൂടി ഈ സ്റ്റാച്ചുവിനുണ്ട്. എന്ത് വലിയൊരു സ്റ്റാച്ചു ആണല്ലേ ഇത്. ഇതിന് 87 അടി നീളവും 25 അടി ഉയരവും ഉണ്ട് കേട്ടോ. 1990-ലാണ് ഈ ശില്പം ഇവിടെ സ്ഥാപിതമായത്. ശില്പി ആവശ്യപ്പെടാതെ തന്നെ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണല്ലേ. ഇവിടുത്തെ വേസ്റ്റ് പിന്നെ പോലും ഫിഷിൻ്റെ ഷേപ്പിലാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എല്ലാം റീസെൻ്റ്ലി ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഇത് ഏറ്റവും മുകളിൽ കയറി നിന്നാലുണ്ടല്ലോ ഈ സ്ഥലത്ത് ഫുള്ള് കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ. പിന്നെ ഈവനിങ് സമയത്തൊക്കെ ഇവിടെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമ്മുടെ ഈ ശംഖുമുഖം മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 15 കോടി രൂപയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ഫ്രണ്ട്സായിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാൻ ചില്ല് ചെയ്യാനൊക്കെ എടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇരിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ മുകളിലൊക്കെ കയറുന്ന ഒരുപാട് കുട്ടികളൊക്കെ കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ കപ്പിൾസൊക്കെ വന്നാൽ പറയണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പേസുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് ഇവിടെ തന്നെ മറ്റൊരു അട്രാക്ഷനായ ഹെലികോപ്റ്റർ കാണാനാണ്. ഈ ഹെലികോപ്റ്റർ മിക്ക ആൾക്കാരും കാണുന്നത് ഒരു സെൽഫി പോയിന്റ് പോലെയാണ്. MI-8 എന്നാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ പേര്. 45 വർഷക്കാലത്തോളം മിലിറ്ററിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഹെലികോപ്റ്റർ കൂടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ തന്നെ ബോർഡിൽ വെച്ചിട്ടുമുണ്ട്. കോവിഡ് സമയത്താണ് എയർഫോഴ്സ് ഈ ഹെലികോപ്റ്ററിനെ ഇവിടെ പ്ലേസ് ചെയ്തത്. ഏകദേശം 7100 kg വെയിറ്റ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്റ്റാച്ചു പോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ഹെലികോപ്റ്റർ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയതാണ്. കാരണം നമ്മുടെ ഈ സ്റ്റാച്ചുവിൻ്റെ അട്രാക്ഷൻ കുറഞ്ഞു പോകുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും അവസാനം നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെ മത്സ്യകന്യകയും ഹെലികോപ്റ്ററും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി കടൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ മറ്റൊരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട് കേട്ടോ. കടലിലോട്ട് ഇങ്ങനെ നോക്കി കിടക്കുന്ന ഒരാളുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഒരു പാറപ്പുറത്താണെന്ന്. എന്നാൽ അതൊന്നുമല്ല, ഞാൻ ഒരാളുടെ മുഖത്തിലാണ് ഇരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ കനായി കുഞ്ഞിരാമൻ്റെ തന്നെ മറ്റൊരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് കടലിലോട്ടാണോ ആകാശത്തോട്ടാണോ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സ്റ്റാച്ചുവിനെ റിലാക്സേഷൻ സ്റ്റാച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു റിലാക്സ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. 95-ലാണ് ഈ സ്റ്റാച്ചു ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ കാടൊക്കെ കയറിയിട്ട് ഒരു കുളം കണ്ടിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ പേര് ചക്രതീർത്ഥകുളം എന്നറിഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് ആവശ്യത്തിനൊക്കെ ആയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന കുളമാണ് കേട്ടോ. ഇതിന് 2 വാതിലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്, പടിഞ്ഞാറോട്ടും തെക്കോട്ടും. പക്ഷേ ഇപ്പോൾ പുതിയ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒറ്റ വാതിലേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അത് കാട് കയറിയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇതുപോലെ കുറേ കൽമണ്ഡപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കൊട്ടാരത്തിൻ്റെ മാതൃകയിലുള്ള ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി നോക്കി. ഇതിന് മുൻപേ റിസോർട്ടായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണോ എന്നറിയില്ല. ബീച്ച് പാലസ് എന്നാണ് ബോർഡ് കണ്ടത്. പിന്നെ തിരുവിതാംകൂറിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കടലിനോട് ചേർന്നുള്ളത് തന്നെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കടലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ പറ്റുമായിരുന്നായിരിക്കാം.
അപ്പോൾ ഇപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് കടൽ കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് കുറേ ബോട്ടുകളൊക്കെ അടുക്കിയിട്ടേക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കടലിൽ ഇറങ്ങാമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷേ പോയപ്പോൾ കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊരു ബോർഡ് കണ്ടു. ഇതൊക്കെ കടലിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് കേട്ടോ. ഇപ്പൊ ഈ പകൽ സമയം ആയതുകൊണ്ടാണ് ഈ ബോട്ടെല്ലാം ഇങ്ങനെ കരയിൽ കയറ്റിയിട്ടേക്കുന്നത്. ഇതിപ്പോ രാത്രി സമയത്ത് ബോട്ട് കടലിലേക്ക് പോകും. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കടലിലേക്ക് ആരെയും കുളിക്കാനോ കളിക്കാനോ ഒന്നും ഇറക്കുന്നില്ല. പഴയ ശംഖുമുഖം അല്ല, കാരണം വെള്ളമൊക്കെ ഒരുപാട് ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ കുളിക്കുന്നത് അപകടമാണെന്ന്. നമ്മുടെ ശംഖുമുഖം ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഈ ഓഖി, കാലവർഷക്കെടുതി, കടൽക്ഷോഭം ഇതൊക്കെ വന്നപ്പോൾ നമ്മുടെ ശംഖുമുഖത്തിൻ്റെ പഴയ ആ ഭംഗിയൊക്കെ അങ്ങ് പോയി. വീണ്ടും ഗവൺമെൻറ് പുതിയ നടപ്പാതയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഓൾഡ് കോഫി ഹൗസാണ്. ശംഖുമുഖത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടെ ഇങ്ങനെ ഒരു കോഫി ഹൗസ് ഉള്ളത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഹൗസാണ്. ഇവിടെ വന്ന് നമുക്ക് കടൽക്കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇതാ ഒരുപാട് പണിയൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സൊക്കെയാണെന്ന് തോന്നുന്നു പണി നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം നമ്മൾ കടലൊക്കെ ആസ്വദിച്ച് ഇരുന്നു. കടലിൻ്റെ ഫ്രണ്ടിൽ കടലിലെ റോഡൊക്കെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഇറങ്ങി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ കടലിലാണ്. അപ്പോൾ കടലിൽ ഇറങ്ങാൻ പറ്റാത്ത വിഷമമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ തിരിച്ചങ്ങ് പോകാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാൻ പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു ഷോപ്പ് മാത്രം ഓപ്പൺ ആയിരിക്കുന്നത് കണ്ടു. പിന്നെ അവിടെ കയറിയതിന് ശേഷം നമ്മൾ ഒരു പാനിപൂരി മേടിച്ചു. അതിനുശേഷം നമ്മൾ ഒരു കോണും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാമെന്നൊക്കെ കരുതി. ഫുഡ് എപ്പോഴും എനിക്ക് വീക്ക്നെസ് ആണ്. ഞാൻ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് ഫുഡാണ്. അപ്പൊ ഇന്ന് ഞാൻ ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പാനിപൂരിയും പിന്നെ കോണും. അപ്പൊ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള വീഡിയോ ഷെയർ ചെയ്യാം. ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട്. ശ്രദ്ധിക്കണം, ഫുട്പാത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. പക്ഷെ എപ്പോൾ ശംഖുമുഖത്ത് വന്നാലും ഞാൻ മസ്റ്റായി വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ പാനിപൂരി കോണൊക്കെ. അതൊക്കെ എനിക്ക് എത്രയൊക്കെ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞാലും വാങ്ങരുതെന്നൊക്കെ പറഞ്ഞാലും ഞാൻ വാങ്ങി കഴിക്കാറുണ്ട്. ഇവിടെ ബാറ്ററി കാറൊക്കെ ഉണ്ട് കേട്ടോ. അത് പെയ്ഡാണ്. ഈവനിങ് സമയത്ത് വന്നാൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വാഷ്റൂമൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ടോയ്സൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഐസ്ക്രീം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോഴും ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഐസ്ക്രീം കൂടി മേടിച്ചു കഴിച്ചു. പാനിപൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞു, കോണും കഴിച്ചു. പിന്നെ വന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും ഐസ്ക്രീം ഷോപ്പ് കണ്ടു. പിന്നെ ഐസ്ക്രീം കൂടെ കഴിച്ചു പോവാന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശംഖുമുഖത്തെ ഒരു കുട്ടി വ്ലോഗ്. നമ്മൾ കടലിലൊക്കെ ഇറങ്ങി കുറച്ച് കളിക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും കടലിലൊന്നും ഇറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്ത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.